എടാ അവള് റെഡിയായോ? അവളോ? അവിടെ ഡ്രസ് സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല. അത് തീരുമാനം ആവൂലല്ലോ. എടാ സമയം കളയാൻ വേണ്ടി അവള് കണ്ടെത്തുന്ന മെയിൻ പരിപാടിയാണത്. ഇത് മാത്രമല്ല, ബാത്റൂമിൽ കഴിഞ്ഞാൽ കുളിക്കാൻ എത്ര നേരമെന്ന് അറിയൂ. പണ്ട് ദേഹത്തുരുതുള്ളി വെള്ളം വീഴുന്നതിൽ ഇഷ്ടമല്ലാത്ത അവളായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം, കാലം പോയൊരു പോക്കേ. എടാ അവള് ക്ലാസ്സിൽ ഇപ്പോഴും അലമ്പാടാ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ടീച്ചേഴ്സിനെ എല്ലാം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പറയും മുട്ടായൊക്കെ മേടിച്ചോണ്ട് വരാൻ പറയുമെന്ന്. അവരാരും അറിയാതെ രഹസ്യമായിട്ട് മേടിച്ചോണ്ട് കൊടുക്കുകയും ചെയ്യും. അവരുടെ ഉച്ചയ്ക്ക് വിശേഷം ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ അവരെന്നോട് പറഞ്ഞതാ. അപ്പൊ അവള് ഇവിടുത്തെ വിശേഷം വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തോളൂല്ലോ. ഉറപ്പല്ലേ? മോളെ ലച്ചു, എന്തായി? എന്താണ് സാറിന്റെ ആവശ്യം? എന്താ ആവശ്യം? അല്ല, ഈ മോളെ ലച്ചു എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും കാര്യം പറ. എല്ലാം കൂടി ചേർത്ത് അടുത്ത മാസം 2-ാം തീയതി തരാം. എത്ര വേണം? 2000. അപ്പൊ മൊത്തം എത്രയാവും? 5000. 5000 അല്ല മോനെ, 6000 രൂപ. ഏത് വകയില്? ഏത് വകയിലെന്നാ? കഴിഞ്ഞ തവണ മേടിച്ച 3000 രൂപ, അതിന്റെ പലിശ, പിന്നെ ഇന്നത്തെ 2000, മൊത്തം 6000. എടി ദുഷ്ടി, ഞാൻ എന്റെ ചേട്ടനാണ്. പലിശ കണ്ണിച്ചു വരില്ലേ നിനക്ക്? എനിക്ക് തോന്നി. പാറുവിനെ കൊണ്ടുപോകണില്ലേ? പാറ ചേച്ചി അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ടാ. ആണോ? എന്റെ അമ്മ, ഇനി കുറെ കാലം കഴിയുമ്പോ എന്താവുമെന്നോ? എന്താവാൻ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സിനും മേക്കപ്പിനും കൂടെ കൂടി ഒരു 10000 രൂപ മാറ്റി വെക്കുക. സത്യമാണ് കേട്ടോ. അവൾ ഇപ്പൊ തന്നെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺഷ്യസാ. എന്നെ പോലെ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു. അല്ല, ഇപ്പൊ പഴയതുപോലല്ലോ കാര്യങ്ങളൊക്കെ. നിനക്ക് പൈസ ഉണ്ട്, നിനക്ക് പൈസ ഉണ്ട്. രണ്ടു കൂടെ ചെലവാക്കിയാ പോരെ. അനിയത്തേക്ക് വേണ്ടി എന്ത് ചെലവാക്കണം, രണ്ടും കൂടെ വെമ്പി നിൽക്കുക. ചെലവായിക്കോ. അല്ല, നൈസായിട്ട് അവള് ഞങ്ങളുടെ തലയിലിടാനുള്ള പരിപാടിയാണല്ലേ? ഇനി അതേ ഉള്ളൂ മക്കളെ ഒരു പ്രതീക്ഷ. ഇത്രയും ആളെണ്ണം കിടക്കുകയില്ലേ, എല്ലാം കൂടെ താങ്ങൂല അച്ഛനെ കൊണ്ട്. ഹലോ, ആരെ? സാധനം എവിടെ? ഉച്ചയ്ക്കാ? ശരിയാക്കി തരാം. ഒന്ന് അല്ല ശരി ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. ശരിയാക്കി തരാന്ന്? ശരിയാക്കി തരാന്ന്. അത് ഈ റോഡ് സൈഡിൽ ഒരു കട വേണം, അതിന്റെ സാങ്ഷന് ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പോ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നല്ല പിടിയാണ്. കേശു, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവളെ എങ്ങനെയെങ്കിലും വലിച്ച് ആ ഡേക്കറി കൊണ്ടേ ആക്കടാ. ഞാൻ മറന്നുപോയി. നീ ഇങ്ങനെ ദിവസം കൊടുക്കുന്ന ഫുഡ് അവള് ഫുള്ളും മര്യാദ അവിടെ പോയി കഴിക്കണ്ട. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കൂല. മക്കളെ, അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാം. എല്ലാ കാര്യങ്ങളും മക്കൾ നോക്കണം, ഉപേക്ഷ വിചാരിക്കരുത്. ഇനി തൊട്ട് എൻ്റെ മക്കളുടെ ജീവിത ലക്ഷ്യം തന്നെ അവളായിരിക്കണം കേട്ടാ. ആണല്ലേ? 5-6 മക്കളും കൂടെ വേടായിരുന്നു, എന്നാ പൊളിച്ചേനെ. എൻ്റെ പൊന്നു മക്കളെ, അച്ഛൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് ദൈവം തരണല്ലേ. ബ്രഹ്മദേവാ. അല്ല, ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ഇല്ല, ഞാൻ ഇന്ന് ഫ്രീ ബേർഡ് ആണ്. ഇന്നൊന്ന് പൈപ്പ് ലൈൻ ജംഗ്ഷൻ റോഡ് വരെ ഒന്ന് പോയിട്ട് അവിടെ ഒരു ക്ലയന്റിനെ കാണാനുണ്ട്, ID മേടിക്കാനേ. അത് കഴിഞ്ഞിട്ട് നാളെ ഓഫീസിൽ മോൻ കാണിച്ചാൽ മതി. അയ്യോ ഭാഗ്യവാൻ. ചേട്ടന്റെ കമ്പനിയിൽ എനിക്കും കൂടെ ജോലി സെറ്റ് ആകും. അത് വേണ്ട മോളെ, അത് കുറെ പേരുടെ അന്നദാന മാർഗമാണ്, നശിപ്പിക്കരുത്. ചെല്ല്. എത്ര വേണ്ടെന്ന് പറഞ്ഞു? 2. ആലോചിക്കാം. ഇത് 2. ആലോചിക്കാം. 2. പോ. എന്ത് ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം, വേറെ ഇട്. കൊള്ളാൻ വേറെ ഇടാനാ? കൊള്ളൂല, വേറെ ഇടണ്ട. കൊള്ളൂല, വേറെ ഇടണ്ടാന്ന്. അച്ഛൻ എന്താ അച്ഛാ പറയുന്നത്? അച്ഛൻ എന്തിനാ ചിരിക്കുന്നത്? ചുമ്മാ ചിരിക്കുന്നത്. എന്ത് പോവാ? പോവാ. വല്ലാത്തൊരു ഏർപ്പാട് തന്നെ. എന്ത് മക്കളെ, പഠിക്കാൻ പോണതാ? അതാ പിന്നെ ജോയ്, 2-3 ദിവസമായിട്ട് മേഡം ബുക്ക് തുറന്നു പോലും നോക്കിയിട്ടില്ല. ബുക്ക് തുറക്കാൻ പറയുമ്പോ അച്ഛൻ പറയുന്ന ഓരോ മുടൻ ന്യായങ്ങൾ പറയും. ഞാൻ IAS ഒന്നും അല്ലല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് ഇത്രയും നേരമൊക്കെ പഠിച്ചാൽ മതി. പിന്നെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറയുമ്പോൾ ഇത്രയും നേരം ഞാൻ സ്കൂളിൽ ഇരുന്നല്ലേ പഠിക്കണത്, പിന്നെ ഇവിടെ ഒന്ന് എന്തിനു പഠിക്കണമെന്ന് ഇതൊക്കെ അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്. മക്കളെ കണ്ടാ, അച്ഛനെ കുറ്റം പറഞ്ഞ നന്നായിട്ട് പഠിക്കണം കേട്ടാ. സമയങ്ങളെ കൊച്ചിനെ കൊണ്ട് പോടാ. അച്ഛനെതിരെ ദേഷ്യപ്പെടുന്നത്? അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം അച്ഛൻ കൊണ്ടുവിടും പെട്ടെന്ന്. പോടേ പോ. പോവാ. ഉടനെ വരൂടെ? പെട്ടെന്ന് അങ്ങനെ വരുമെന്ന്. ഇല്ല പെട്ടെന്ന് വരും. അല്ല, പതുക്കെ വന്നാൽ ചേട്ടാ. നീ മറ്റേ സേവാ കേന്ദ്രത്തിലേക്ക് സംസാരിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. അല്ല, ഇന്ന് സേവാ കേന്ദ്രത്തിൽ കയറുന്നില്ല, ടക്കണിങ് വരും. പോ. അല്ല, അത് കേശു അവളെ കൊണ്ടുപോയാ, പാറിനും കൊണ്ടുപോയാ? പോയി.
എന്താ ഏട്ടാ? ഇല്ല കേശു പോയി അവളെ കൊണ്ട് കൊണ്ടാക്കാനേ. ഞാനൊരു സാധനം മേടിക്കാൻ പറയാൻ മറന്നുപോയി. അപ്പോഴേക്കും അവൻ പോയി. അപ്പൊ നേരത്തെ അവന്റെ അടുത്ത് പറഞ്ഞൂടായിരുന്നോ? അത് പറയാൻ വിട്ടു. ഞാൻ പറഞ്ഞില്ലേ. എടി നിന്റെ കയ്യിൽ ഷാമ്പു ഉണ്ടാ? ഷാമ്പു ഉണ്ട്. എന്തിനാ? എടി കുളിക്കാൻ വേറെ എന്തിനാ ഷാമ്പു? എന്റെ ഷാമ്പു ഈ തലയിൽ തേച്ച് കുളിക്കാനല്ലേ. എന്റെ ഷാമ്പു ഇല്ല. അല്ല എന്ത് പറ്റി കുളിക്കാനൊക്കെ തീരുമാനിച്ച? എന്താ ചേച്ചിരിക്കണത്? നിങ്ങൾ സംസാരിക്കും. ഡീ ഞാൻ എന്നും കുളിക്കും കേട്ടോ, അല്ലാണ്ട് നിന്നെ പോലെ അല്ല. ഞാൻ പിന്നെ ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കുളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് ഷാമ്പു കൂടുതലാണ് അവന്റെ നിന്റെ അടുത്ത് ചോദിച്ചത്. വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ കടയിൽ പോയി ഷാമ്പു മേടിച്ച് കുളിച്ചാൽ മതി. കിട്ട ഓസിന് ഷാമ്പു ഇട്ടിട്ട് അത് ഷെയർ ചെയ്യാൻ നിനക്ക് ഇത്ര കഷ്ടപ്പാടാ? നാണം ഇല്ലടി നിനക്ക്? ആ നാണം കുറച്ച് കുറവാ. പിള്ളേരെ നിങ്ങൾ ഷാമ്പു വെച്ച് കുളിക്കാൻ എന്തോ ചെയ്യും. ഇവിടെ കിടന്ന് ബഹളം പോ. പറഞ്ഞ പോലെ അച്ഛൻ ഇന്ന് അർജന്റായിട്ട് വർക്കിനൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് പോണം. എനിക്ക് ഉച്ചവരെ എനിക്ക് വേറെ വർക്കുണ്ട്. ആണോ? അല്ല അപ്പൊ അച്ഛൻ ഉച്ചക്ക് ഉണ്ണാനുണ്ടാവോ? ചിലപ്പം കാണും ചിലപ്പം കാണൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ഛാ? അതനുസരിച്ച് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ. അപ്പൊ ഉണ്ണാൻ കാണുന്നത് സദ്യ പൈസ ഒരുക്കോ? ആ വേണമെങ്കിൽ ഞാൻ ഒരുക്കും. എന്റെ ലക്ഷ്യം ചുമ്മാ വായ ഒഴിക്കാൻ പോ. അടുക്കളയിൽ പോയി പണി ചെയ്യേ. ഞാൻ എന്റെ ജോലി ചെയ്തോളാം. അച്ഛന്റെ ജോലി ചെയ്താൽ മതി. നീ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ജോലി ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം അത് സാങ്ഷൻ ആയില്ല ചേട്ടാ. ആരെ സാങ്ഷൻ ആക്കാത്ത? ഞാൻ. എടി നീ പറഞ്ഞ പോലെ മതിയെന്നേ. ആ സൗകര്യമില്ല തരാൻ. നിന്റെ രീതിയിൽ അഗ്രിമെന്റ് ഇട്ട് തന്നാ മതിയെന്ന്. പറഞ്ഞല്ലോ സൗകര്യമില്ലെന്ന്. നിന്നെ ഒന്ന് ശരിയാക്കി ഞാൻ. പക്ഷേ ഇവിടെ അത് ശരിയാവൂല. കളിപ്പാക്കും. അല്ല ഇവിടെ എന്തോ ശബ്ദം കേട്ടോ. ശബ്ദം കേട്ടെന്തോ നോക്കിയത്. ശബ്ദം കേട്ടോ? ഓ എവിടെ മരുന്നുള്ള വലിയ അച്ഛാ എന്താ അച്ഛാ? എന്താ? അല്ല ഇവിടെ ഒരു പുറത്തുനിന്നേ ഒരു പട്ടി വന്നിട്ട് ഇവിടെ ഭയങ്കര ശബ്ദമായിരുന്നു. കുറച്ച് ഓടിച്ചു വിട്ട് വിട്ടാ. അച്ഛൻ പോണില്ലേ? എന്തോ പോണില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കുഴപ്പമല്ല ഉണ്ടാ? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രി അച്ഛനല്ലേ പറഞ്ഞേ അവിടെ സൈറ്റിൽ ഒരുപാട് ജോലിയുണ്ട്, നിന്നിര സമയമൊന്നുമില്ലൊന്ന്. നിന്നിര സമയമില്ല. ഏറ്റെടുത്ത് പോയില്ലേ? ഏറ്റെടുത്ത് പോയി എന്തെന്ന്? വർക്ക് ഏറ്റെടുത്ത് പോയില്ലേ? അച്ഛനെ വർഷത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ വർക്ക് മൊത്തം അച്ഛന്റെ എഞ്ചിനീയറിന്റെ തലയിലല്ല അച്ഛന്റെ തലയിലാന്ന്. എന്റെ തലയിലല്ല, എന്റെ തലയിൽ തന്നെ പറഞ്ഞത് എഞ്ചിനീയർ. എല്ലാ വർക്കും ഇപ്പൊ എന്റെ ഇടയിൽ ഏൽപ്പിച്ചേക്കണത്. എന്റെ അച്ഛൻ വേണമെങ്കിൽ പോയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിനീയർ വിളിക്കുമ്പോൾ ഇവർക്ക് വെപ്രാളം കാണിക്കരുത്. നീ നിന്റെ കാര്യം നോക്കി വെച്ചു പോ. എച്ചുരച്ചയുടെ കാര്യം നോക്കി പൊക്കോളാം. പക്ഷെ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ആർക്ക്? നിന്റെ മുഖത്താണ് കള്ളലക്ഷണം. നിന്റെ ഉള്ളിലാണ് കള്ളത്തരമുള്ളത്. അതാണ് നിനക്ക് ഇങ്ങനെ തോന്നണത്. നീ പോ. അയ്യോ കള്ളത്തരം ചെയ്യാത്ത ഒരാള്. അയ്യോ പോണ്